ഹലോ മക്കളെ, വെൽക്കം ടു എഗൺ ലേണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കാണുന്നുണ്ട് എന്താണ് നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ ഫിസിക്സിനകത്ത് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സോ ഇന്നത്തെ വീഡിയോയിലുള്ള ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഈ വീഡിയോ ഉണ്ടാവുള്ളൂ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഓണം എക്സാമിന് ഫിസിക്സിനകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട 4 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ നമുക്ക് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ, നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് ചാർജ് എന്താണെന്നും അതുപോലെ തന്നെ ചാർജിന്റെ പ്രോപ്പർട്ടീസും ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ്. ചാർജിന്റെ ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് എൻ ഇ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് മക്കളെ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസും ആണ്. നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. മൂന്നാമതായിട്ട് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഡൈപോളിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ടേം എന്താണ്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നാലാമതായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ, ഇത് ആക്സിയൽ എങ്ങനെയാണ് വരുന്നത്, ഇക്വറ്റോറിയൽ എങ്ങനെയാണ് വരുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഇതാണ് നമ്മൾ നാലാമതായിട്ട് പഠിക്കേണ്ടത്. ദെൻ അഞ്ചാമതായിട്ട് ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോൾ, ഇതും ഒരു ഡെറിവേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടോർക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സ്റ്റേബിളും അൺസ്റ്റേബിളും നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം. സോ അതിനുശേഷം ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഗോസസ് തിയറവും അതുപോലെ തന്നെ അതിന്റെ 3 ആപ്ലിക്കേഷനും 3 ഡെറിവേഷൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മക്കളെ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മക്കളെ, കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഈ രണ്ട് ടോപ്പിക് കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ടത്. ഒരു പോയിന്റ് ചാർജിന്റെ അത്യാവശ്യം ഇന്റഗ്രേഷൻ ഒക്കെ വരുന്ന ഒരു ഡെറിവേഷൻ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എക്സാമിന് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് ഈ കാണുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. വളരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3-4 സ്റ്റെപ്പിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ 2 മാർക്കിനാണ് എപ്പോഴും ഇത് ചോദിക്കാറുള്ളത്. ദെൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക്. പൊട്ടൻഷ്യലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഓരോ ടൈപ്പ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. പോയിന്റ് ചാർജിന്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിന് നമുക്ക് പഠിക്കാനുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്. ദെൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ C is equal to A epsilon 0 divided by D എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ കൂടുതലായിട്ട് ഒരുപാട് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഡിറൈവ് ചെയ്യാൻ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അതേപോലെ തന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. ദെൻ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അത് ഡെറിവേഷൻ ഒന്നുമില്ല, ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ഇക്വേഷൻ മാത്രം എന്താക്കിയാൽ മതി മക്കള്, പഠിച്ചാൽ മതി. ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പണ്ട് പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്റർ ആയിരുന്നു. ഇപ്പൊ നമുക്ക് വെട്ടിച്ചുരുക്കി ഇപ്പൊ വളരെ കുറഞ്ഞ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം എന്താണ്? സോ ഇലക്ട്രിക് കറണ്ടിനെ പറ്റി നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഇലക്ട്രിക് കറണ്ട്
എന്താണ്, ഇലക്ട്രിക് കറണ്ട് സ്കേലാർ ആണോ വെക്ടർ ആണോ, അതിന്റെ യൂണിറ്റ് എന്താണ്, അതിന്റെ ഡയമെൻഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കണം. അതേപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന J എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന, നമ്മൾ പഠിച്ചിട്ടില്ലേ, J is equal to current divided by area എന്ന് പറയുന്ന ഇക്വേഷൻ. സോ കറണ്ട് ഡെൻസിറ്റിയെ പറ്റി പഠിക്കണം. ദെൻ ഓംസ് ലോ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന്റെ തന്നെ ബാക്ക് ബോൺ ആണ് ഓംസ് ലോ. ഓംസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ മുഴുവൻ ഉള്ളത്. സോ ഓംസ് ലോയും അതുപോലെ തന്നെ ഓംസ് ലോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫും നമ്മൾ പഠിച്ചു വെക്കണം. അതിൻ്റെ അകത്ത് നമുക്കറിയാം വിഐയുടെ എന്താണ്, വിഐ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ റെസിസ്റ്റൻസ് കിട്ടുമെന്ന് പറയുന്ന ആ ഗ്രാഫുകൾ നമ്മൾ പഠിക്കണം. ദെൻ റെസിസ്റ്റൻസും അതിന്റെ ഫാക്ടേഴ്സും, അതായത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്തത്. ദെൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതിന്റെ റിലേഷൻസും. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സെല്ല്, എന്താണ് EMF, എന്താണ് വോൾട്ടേജ്, എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ന്യൂമറിക്കൽസ് അടക്കം ചോദിക്കാറുണ്ട്. ദെൻ സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, സെല്ലുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. ആ സമയത്ത് ഉണ്ടാവുന്ന എഫക്റ്റീവ് വാല്യൂ, എഫക്റ്റീവ് EMFന്റെ വാല്യൂ, എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ദെൻ കിർച്ചോഫിന്റെ നിയമങ്ങളാണ്, ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ, രണ്ട് നിയമങ്ങളും. ഇത് ഞാൻ പറയും വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, കാരണം ഷുവർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് കിർച്ചോഫിന്റെ നിയമങ്ങൾ. ദെൻ എല്ലാ എക്സാമിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ. സോ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണ് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത്, എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ് കേട്ടോ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ലോറൻസ് ഫോഴ്സും രണ്ടും രണ്ടാണ്. നമ്മുടെ ലൈവിൽ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ. അതുപോലെ തന്നെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അതിനുശേഷം ബയോ-സാവാർട്ട് ലോ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബയോ-സാവാർട്ട് ലോയും അതിന്റെ ആപ്ലിക്കേഷൻ. ഒരു ഡെറിവേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദെൻ ആംപിയർ സർക്യൂട്ടൽ തിയറവും അതിന്റെ രണ്ട് അപ്ലിക്കേഷൻസും. ഇതാണ് ഞാൻ പറയുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബയോ-സാവാർട്ട് ലോ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ആംപിയർ സർക്യൂട്ടൽ തിയറവും അതിന്റെ അപ്ലിക്കേഷൻസും. മക്കളെ അടുത്തതായിട്ട് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മുകളിൽ F is equal to I into L cross B എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എന്താക്കണം, നിങ്ങൾ ഒന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ ടോർക്ക് ആക്ടിങ് ഓൺ എ ലൂപ്പ്, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനെ പറ്റിയിട്ട് നിങ്ങൾ ഡിറൈവ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് വൺ, ഇതും അത്യാവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. എന്താണ്, ഗാൽവാനോമീറ്ററും അതുപോലെ തന്നെ അതിന്റെ കൺവേർഷൻസും. ഗാൽവാനോമീറ്റർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഗാൽവാനോമീറ്റർ എങ്ങനെ അമ്മീറ്റർ ആക്കാം, ഗാൽവാനോമീറ്റർ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്. ഓണം എക്സാമിന് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ്. ചില എക്സാമുകൾക്ക് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ വരെ പോയിട്ടുണ്ട്. പക്ഷേ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ് മക്കൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പാരാ ഡയാ ഫെറോ മാഗ്നറ്റിസം, ആ ഒരു ടോപ്പിക് ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ മതി മക്കള്. പക്ഷേ ചാൻസ് വളരെ കുറവാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ചോദിക്കാൻ വേണ്ടിയിട്ട്. 4 ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ കൃത്യമായിട്ട് ഏകന്റെ ലൈവ്സ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സോ ആ ലൈവ് കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ എക്സാമിന് നമ്മൾ തകർത്ത് മുമ്പോട്ടേക്ക് പോവാ. നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മൾക്ക് മുമ്പിൽ വരുന്ന, നമ്മുടെ ഈ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഓണം എക്സാമിന് തന്നെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കൃത്യമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സ്കൂളിൽ ഏതുവരെ എടുത്തു എന്ന് പറയുന്ന കാര്യങ്ങളടക്കം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളി ലൈവുമായിട്ട് വീണ്ടും കാണാം. ബൈ.